നമസ്കാരം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നതാണ്. നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട മാച്ച് ആകുന്നതായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം മാനസികമായ ശക്തി, ധൈര്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ, നിങ്ങൾ ചെയ്തതായ സൽക്കർമ്മത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്തിട്ടുള്ളതായ ആ സൽക്കർമ്മങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കുവാനും മറികടക്കുവാനും പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പല വിധത്തിലും നിങ്ങൾക്ക് മറികടക്കേണ്ടതായ സാഹചര്യങ്ങൾ, അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരം അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാനായി അല്ലെങ്കിൽ പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി തുറന്നു നൽകും എന്നുള്ളതാണ്. എത്ര കടപ്പെട്ടിട്ടും ഫലം ലഭിക്കാത്തതായ, എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും ഫലം ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ സമയം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തരായി തീർന്നു, അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യതയോടെ എടുക്കുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. അതിനാൽ പല കാര്യങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഏതൊരു കാര്യത്തെയും ഭയത്തോടെയും ടെൻഷനോടെയും സമീപിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അത്തരം മാനസികാവസ്ഥ പലപ്പോഴും നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ പല കാര്യങ്ങളെയും സമീപിക്കുകയും നിങ്ങൾക്ക് അർഹമായതുപോലും നഷ്ടമാകുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇനിയും അത് സഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അത്തരം അവസ്ഥകളിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. എനിക്കും പറ്റും എന്ന വിശ്വാസം നിങ്ങളിലേക്ക് നിറയുന്നതായ ഒരു സമയം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് പല വിധത്തിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. അന്ന് നിങ്ങളെ പലരും പരിഹസിച്ചു, പുച്ഛിച്ചു എന്നത് വാസ്തവമാണ്. എന്നാൽ അവർ നിങ്ങളുടെ പുറകിലുള്ള ആ ശക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതവർക്ക് മനസ്സിലാകുന്ന സമയമാണ് വന്നു ചേരുക. നിങ്ങളെ തോൽപ്പിച്ചവർക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് എന്നതാണ് വാസ്തവം. ഒപ്പം പലരുമുണ്ട്. എന്നാൽ പലരുടെയും മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിനുള്ള സമയം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. പലരുടെയും മനസ്സിലിരിപ്പ് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സമയം. ഉള്ളിൽ ഒന്ന് വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന രീതി, പലരും നിങ്ങളെ അത്തരത്തിലാണ് സമീപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പലരും അത്തരത്തിലാണ് നിങ്ങളുമായി ഇടപഴകിയിട്ടുള്ളത് എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളും തിരിച്ചറിയുവാൻ നിങ്ങൾ വൈകിപ്പോയി എന്നതാണ് വാസ്തവം. നിങ്ങളെ ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്നതായ ആ അവസ്ഥകൾക്ക്
ഒരു മാറ്റം സംഭവിക്കുകയാണ്. ആ അവസ്ഥ തന്നെ മാറുന്നതായ സാഹചര്യമാണ് കടന്നു വരാനായി പോകുന്നത്. നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നിഷ്കളങ്കരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതം ഉണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാണ്. അത് നിങ്ങൾക്ക് സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. കാരണം കണ്ണടച്ച് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രകൃതം നിങ്ങളുടെ മുൻപിലുള്ള പലരെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. ആരെയും വിശ്വസിക്കും, ആര് പറയുന്നതും നിങ്ങൾക്ക് വേദവാക്യം അല്ലെങ്കിൽ അവർ ചതിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരം മുഖങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മനസ്സുള്ളവരാണ് നിങ്ങൾ. എപ്പോഴും അത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ അവരിൽ നിന്നും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിൽ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതായ സാഹചര്യം നിങ്ങൾ കാണുന്നതാകുന്നു. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ആരുമില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ഇത് ഒരു സമയത്ത് മാത്രം സംഭവിച്ച കാര്യമല്ല. പല ആവർത്തി പല വ്യക്തികളിൽ നിന്നും ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളതായ ഒരു അനുഭവം തന്നെയാണ്. എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാലും അതെല്ലാം നേടുന്ന സമയം നിങ്ങൾക്ക് കടന്ന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ സമയമായി. അല്ലെങ്കിൽ പരിശ്രമിച്ചാൽ പല കാര്യങ്ങളും അനായാസമായി ജീവിതത്തിൽ നടക്കും. അതിനായി പൂർണ്ണ മനസ്സ് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. വീട്, ജോലി, ബന്ധങ്ങൾ, വാഹനം, അങ്ങനെ ഏതൊരു കാര്യത്തിനായി നിങ്ങൾ പരിശ്രമങ്ങൾ നടത്തിയാലും അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇത്രയും നാളായി നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കാത്തതിനാൽ ഒരുപാട് വിഷമങ്ങൾ, നിരാശ ജീവിതത്തിൽ ഉള്ളവരാണ്. എന്നാൽ അതിനെല്ലാം മാറ്റം വരുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ്. നിങ്ങൾക്കായി നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളെ സ്വയം മനസ്സിലാക്കി നിങ്ങൾ സ്നേഹിക്കേണ്ടത് അനിവാര്യമാകുന്നു. പരിശ്രമിച്ച് കാത്തിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും വ്യക്തി മടങ്ങിയെത്താൻ കാത്തിരിക്കുന്നു എങ്കിൽ അവർ ജീവിതത്തിലേക്ക് വരാൻ സാധ്യത ഏറെയാണ്. നിങ്ങളുടെ വില മറ്റുള്ളവർ തിരിച്ചറിയും. നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന ആ സമയത്തെക്കുറിച്ച് പോലും അവർ ചിന്തിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതത്തിലേക്ക് ഒരു പുതിയ വഴിത്തിരിവ് തന്നെ ഉണ്ടാകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. ധാരാളം കഴിവുള്ളവരാണ്. കഴിവിനാൽ സമ്പന്നരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിൻ്റെ അസൂയ, ശത്രുദോഷം നിങ്ങൾക്ക് ഉണ്ട്. അത് പല കാര്യങ്ങൾ കൊണ്ടും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അഥവാ സാധിച്ചിട്ടില്ല എങ്കിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. മുൻകാല ജീവിതത്തിൽ നഷ്ടബോധം, വിഷമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ആ ചിന്തകൾ അത് നിങ്ങളുടെ നാശത്തിനാണ്. അത് നിങ്ങൾ പൂർണ്ണമായും വിട്ടുകളയണം എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം, അതിന് തയ്യാറാകുന്ന, നിങ്ങൾ പൂർണ്ണ മനസ്സോടെ തയ്യാറാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ് കാണുവാനായി സാധിക്കുന്നത്.
സമാധാനം, സന്തോഷം നൽകുന്നതായ പല വാർത്തകളും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. എത്ര തന്നെ മോശം സാഹചര്യം ആയിരുന്നാൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ മുറുകെ പിടിക്കുക. കാരണം ആ ശക്തി ഒരു കാരണവശാലും നിങ്ങളെ കൈവിടില്ല എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. എല്ലാ കാര്യത്തിനും കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യമാണ് ആഗതമാകാൻ പോകുന്നത്. സ്വയം നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതായ സാഹചര്യം. ധൃതി കുറച്ച് കൂടുതൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളിലും പ്രകടമാകുന്നു. പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിച്ചാൽ അതിൽ കാര്യമില്ല. നടക്കേണ്ടതായ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് അനുയോജ്യമായ ഫലം നൽകും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിനാൽ ഒരു കാര്യത്തിനും വളരെയധികം തിരക്ക് പിടിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് നഷ്ടങ്ങളോ തിരിച്ചടികളോ ആണ് സമ്മാനിക്കുക എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില ശീലങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ്. ചില ശീലങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളെ തകർക്കുന്നു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ചിന്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ചില ശീലങ്ങൾ നിങ്ങളിൽ നിന്നും അകലും. ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ഊർജം, പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും അത് ബോധ്യമാകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. രോഗശാന്തി, രോഗദുരിതങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലൂടെയും അനുകൂലമായ ഫലങ്ങൾ, രോഗശാന്തിയിലേക്ക് കടക്കുന്നതായ സാഹചര്യങ്ങൾ, ആരോഗ്യവർദ്ധനവിലേക്ക് കടക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിൽ പ്രകടമായി തുടങ്ങും. വിജയങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. അതൊരു വലിയ വിജയമായി തന്നെ മാറുന്നതായ സാഹചര്യം കടന്നു വരാം. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരേണ്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന ചില വ്യക്തികൾ ഒപ്പം നിൽക്കുന്നു എന്നതും വാസ്തവമാണ്. അതായത് നിങ്ങൾക്ക് നല്ലത് വരണം എന്ന ചിന്തയോടെ ചില വ്യക്തികളും ഒപ്പം നിൽക്കുന്നുണ്ട്. അവരെ ശരിയായ രീതിയിൽ തിരിച്ചറിയുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി നിങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം തന്നെയാണ്. പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും.